തിരുസഭയെക്കുറിച്ച് നാം പറയുമ്പോൾ പലപ്പോഴും നാം കേട്ടിട്ടുള്ള മനോഹരമായൊരു വാക്യമാണ് അമ്മ മാതാവ് എന്നുള്ളത്. അതെ, തിരുസഭ നമ്മുടെ അമ്മയും നാം അവിടുത്തെ മക്കളുമാണ്. ഈശോയുടെ പീഡാനുഭവ സഹന മരണ ഉത്ഥാനത്തെക്കുറിച്ച് ഈ നോമ്പിൻ്റെ കാലയളവിൽ നാം ചിന്തിക്കുകയാണല്ലോ. തിരുസഭ ഇന്ന് ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ തിരുസഭയെക്കുറിച്ച്, പ്രത്യേകിച്ച് തിരുസഭ ഏകമാണ് എന്നുള്ള വസ്തുതയെക്കുറിച്ച് ആഴത്തിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സഭ ഏകമാണ്. കാരണം ഒരു സമൂഹമായി സ്ഥാപിക്കപ്പെടുകയും സംഘടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന സഭ പത്രോസാകുന്ന പാറമേൽ സ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഈശോ മിശിഹ പടുത്തുയർത്തിയതാണ്. പുതിയ നിയമത്തിൻ്റെ എല്ലാ നന്മകളും ഈശോ പ്രദാനം ചെയ്തിരിക്കുന്നതും പത്രോസ് തലവനായ ശ്ലൈഹിക സമൂഹത്തിനാണ് എന്നത് നാം മറക്കരുത്. തുന്നൽ കൂടാതെ നെയ്തുണ്ടാക്കിയതും പടയാളികള് കുറിയിട്ടെടുത്തതുമായ ഈശോയുടെ അങ്കിയും സഭ ഏകമാണ് എന്നതിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആദിമസഭാ ചരിത്രത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വിശ്വസിച്ചിരുന്നവർ എല്ലാവരും ഒരാത്മാവും ഒരു ഹൃദയവും ഉള്ളവരായി എന്നും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി അവർ പങ്കുവെച്ചു എന്നും നാം കാണുന്നുണ്ട്. ഈശോ തന്നെ നമ്മോട് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവർ എല്ലാവരും ഒരു ഹൃദയവും ഒരാത്മാവും ഉള്ളവരായിത്തീരും എന്ന്. അതെ, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് തിരുസഭ ഏകമാണ് എന്നുള്ള ആഴമേറിയ ഒരു ചിന്തയിലേക്കാണ്. സഭ ഏകമാണ് എന്ന് നാം പറയുമ്പോൾ ഇത് വെറും ആശയതലത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്കും നാം കൊണ്ടുവരേണ്ടതാണ്. ഈ ഐക്യം നമ്മുടെ ജീവിത തലങ്ങളിലേക്ക് നാം കൊണ്ടുവരുമ്പോഴാണ് സഭയുടെ മക്കൾ എന്ന നിലയിൽ സഭയുടെ പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുക. ഈ ഐക്യം നമ്മുടെ രൂപതകൾ തമ്മിലും ഇടവകകൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും സംജാതമാകുമ്പോഴാണ് ഈശോയുടെ യഥാർത്ഥ അനുയായികളായി നാം മാറ്റപ്പെടുന്നത്. ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ വാഹകരാകുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതും. ഈ സമൂഹത്തിൽ ദുഃഖിക്കുന്നവരുടെയും വേദന അനുഭവിക്കുന്നവരുടെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെയും അടുക്കിലേക്ക് ചെന്ന് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ, അവരിൽ ഒരാളായി മാറ്റപ്പെടുമ്പോൾ ഈ ഐക്യമാണ് നാം പ്രഘോഷിക്കുന്നത്. ഈ നോമ്പിൻ്റെ കാലയളവിൽ സഭാ സമൂഹത്തിൽ പൊതു നന്മയ്ക്കായി നിലനിന്നുകൊണ്ട് വേദനിക്കുന്നവരുടെയും ദുഃഖം അനുഭവിക്കുന്നവരുടെയും അടുക്കിലേക്ക് സാന്ത്വനമായി കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ തിരുസഭയുടെ മക്കളായി നമുക്ക് തിരുസഭയുടെ ഐക്യത്തിനു വേണ്ടി നിലകൊള്ളാം. തിരുസഭ ഏകമാണ് എന്നുള്ള വലിയ വസ്തുത നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പ്രഘോഷിക്കാം.